ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥയിലുള്ള പ്രമുഖ അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് വൻതോതിലുള്ള പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചു. ഏകദേശം 30% ജോലിക്കാരെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പിരിച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശശി തരൂർ എംപിയുടെ മകൻ ഇഷാൻ തരൂറിന്റെ ജോലിയും ഇക്കൂട്ടത്തിൽ നഷ്ടമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഷിത കൂടി ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അഷിത, ഗുഡ് മോർണിംഗ്. യെസ്, വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്നുള്ള വാർത്തകളൊന്നും നല്ലതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 30% ജീവനക്കാരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ നടപടി. ഈ നടപടി അവരെങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അതായത് എക്സിക്യൂട്ടീവ് എഡിറ്റർ മാറ്റ് മൂറെ പറയുന്നത് കാലഹരണപ്പെട്ട ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഡിജിറ്റൽ യുഗത്തിലെ ഇതിലേക്ക് വാഷിംഗ്ടൺ പോസ്റ്റിന് പുതിയൊരു അടിത്തറ പാകാനുള്ള നീക്കമായിട്ടാണ് ഈ ഒരു പിരിച്ചുവിടലിനെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള മാറ്റ് മൂറെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്നാമത് സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് വളരെ നഷ്ടമുണ്ട്. പിന്നെ വായനക്കാരുടെ കുറവാണ് കൂട്ടപ്പിരിച്ചുവിടലിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഏകദേശം 1/3 പേരെയാണ്, അതായത് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള 1/3 പേരെയാണ് ഈ പിരിച്ചുവിടൽ ബാധിക്കാൻ പോകുന്നത്. 400ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പത്രത്തിലെ ആകെ ജീവനക്കാരിൽ 1/3 വരെ. ഇതിൽ പ്രധാനപ്പെട്ടത് ശശി തരൂർ എംപിയുടെ മകനായ ഇഷാൻ തരൂർ. അദ്ദേഹത്തെയും പിരിച്ചുവിട്ടതായിട്ട് അദ്ദേഹം തന്നെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ന്യൂസ് റൂമിൽ മാത്രം 100 കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് വാഷിംഗ്ടൺ ബാൾട്ടിമോർ ന്യൂസ് ഗിൽഡ് യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ, എഡിറ്റിംഗ്, മെട്രോ, സ്പോർട്സ് ഡെസ്കുകളെയാണ് ഈ പിരിച്ചുവിട്ടതിൽ ഭൂരിഭാഗം ആൾക്കാരും ഉള്ളത്. കാലഹരണപ്പെട്ട പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചുള്ള പുതിയൊരു അടിത്തറ, പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ഇത്രയൊരു ആൾക്കാരെ, 400-ലധികം പേരെയാണ്, അതായത് 30% ജീവനക്കാരെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ പിരിച്ചുവിട്ടിരിക്കുന്നത്. വിനിഷ. യെസ്, ഏതായാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് അഷിതയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പല രീതിയിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മലയാളത്തിലടക്കം പല ദിനപത്രങ്ങളും, ഏറ്റവും ഒടുവിൽ മാധ്യമമടക്കമുള്ള ദിനപത്രങ്ങൾ ചർച്ചയാകുന്നതും ഈ രീതിയിൽ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി, ജീവനക്കാരെ പിരിച്ചുവിടുന്നു, ജീവനക്കാർ രാജിവെച്ച് പോകുന്ന തരത്തിലേക്കുള്ള ഭീഷണികൾക്കൊക്കെ വഴങ്ങേണ്ടി വരുന്ന രീതിയിലേക്ക് പല മാധ്യമ സംരംഭങ്ങളും മാറുന്ന ഒരു കാഴ്ച നമ്മൾക്ക് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ഏകദേശം 30% ജീവനക്കാരെ കണക്കുകൾ വെച്ച് നോക്കിയാൽ 400 ആളുകളുടെ അടുത്ത് ജീവനക്കാരെയാണ് പുതിയ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി പിരിച്ചുവിടുന്നു എന്ന കേവലമായ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ടിരിക്കുന്നത്. 400 കുടുംബങ്ങളുടെ അത്താണി ഇല്ലാതെയാകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനങ്ങളിലേക്ക് വാഷിംഗ്ടൺ പോസ്റ്റ് എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. ശശി തരൂർ എംപിയുടെ മകൻ ഇഷാൻ തരൂർ നേരത്തെ അഷിത സൂചിപ്പിച്ച രീതിയിൽ എക്സ് പോസ്റ്റുമായി വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തുന്നത് തൻ്റെ ജോലി നഷ്ടമായി എന്നുള്ള കാര്യങ്ങൾ.